വാർത്തകളിലേക്ക് സ്വാഗതം. ദൈവത്തിനെ നന്ദി പറഞ്ഞ് ഫ്രാൻസിസ് പാപ്പ. കഴിഞ്ഞ ദിവസമാണ് മാർപ്പാപ്പയുടെ സന്ദേശം എക്സിലൂടെ പങ്കുവച്ചത്. ക്ലേശങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോകുന്ന നിരവധി രോഗികളുടെ ശാരീരിക മാനസികാവസ്ഥകളിൽ പങ്കുചേരാൻ ദൈവം തനിക്ക് അവസരം നൽകിയതിനെ ദൈവത്തിനെ നന്ദി പറയുന്നതായും പാപ്പ സന്ദേശത്തിൽ കുറിച്ചു. ഒപ്പം തനിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആഗോള സമൂഹത്തിനെ ഫ്രാൻസിസ് പാപ്പ നന്ദി അറിയിക്കുകയും ചെയ്തു. അതോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നിന്ന് കർത്താവിലേക്ക് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നന്ദി പറയാൻ താൻ ആഗ്രഹിക്കുകയാണെന്നായിരുന്നു പാപ്പ പറഞ്ഞത്. KCYM ഇടുക്കി രൂപത പ്രസിഡന്റായി സാം സണ്ണി പുള്ളിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. അടിമാലി ആത്മജ്യോതി പാസ്റ്ററൽ സെന്ററിൽ വെച്ച് നടന്ന സെനറ്റ് സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കോതമംഗലം CSN പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിൻസി CSN സെനറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ സെക്രട്ടറിയായി അമൽ ജിജു ജോസഫ്, വൈസ് പ്രസിഡന്റുമാരായി ഡാമിൽ കെ ഷിബു, സൗബർണിക സന്തോഷ്, ട്രഷററായി ജിതിൻ ജോൺസൺ, സെക്രട്ടറിമാരായി ഡെല്ല മാത്യു, ഐബിൻ വി ഐസക് എന്നിവരെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ആൻ മരിയ ഷാജു, അമിത ട്രീസ സാജൻ, അബിൻ ജോൺസൺ, ഡൊണാൾഡ് ജോസഫ് റെജി എന്നിവരെയും തെരഞ്ഞെടുത്തു. രൂപതയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നും മേഖലയിൽ നിന്നും നൂറുകണക്കിന് ഭാരവാഹികൾ സെനറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു. 1700 വർഷത്തിലേറെയായി അർമേനിയൻ പാത്രിയാർക്കിറ്റിന്റെ കൈവശമുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനും ലേലം ചെയ്യുന്നതിനുമുള്ള സർക്കാർ നീക്കം അവസാനിപ്പിക്കണമെന്ന് ജെറുസലേമിലെ അർമേനിയൻ പാത്രിയാർക്കിറ്റ്. ജെറുസലേമിന്റെ പഴയ നഗരത്തിലെ അർമേനിയൻ ക്വാർട്ടറിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിനെ ജെറുസലേം മുനിസിപ്പാലിറ്റി ജപ്തി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കെ നിയമ നടപടികളില്ലാതെ മുനിസിപ്പൽ ഉദ്യോഗസ്ഥൻ ഏകപക്ഷീയമായി ബാധ്യത ചുമത്തിയതായി സഭ പറയുന്നു. ജുഡീഷ്യൽ സൂക്ഷ്മ പരിശോധന കൂടാതെ ബാധ്യത നിർണയം നടപ്പിലാക്കാനുള്ള സർക്കാരിന്റെ ശ്രമം അപലപനീയമാണെന്ന് ജെറുസലേമിലെ പാത്രിയാർക്കീസിന്റെയും സഭാ തലവന്മാരുടെയും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. നിക്യ സുനഹദോസിന്റെ 1700-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിലെ സഭാ അധ്യക്ഷന്മാർ ഒരുമിക്കുന്ന നാഷണൽ ക്രിസ്ത്യൻ ലീഡേഴ്സ് കോൺക്ലേവ് നാളെ കോട്ടയം വിജയപുരം രൂപതയുടെ വിമലഗിരി പാസ്റ്ററൽ സെന്ററിൽ നടക്കും. പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ ബോസ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. സീറോ മലബാർ സഭ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ സന്ദേശം നൽകും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അധ്യക്ഷൻ ബെസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ, ഗോവ സംസ്ഥാന വ്യവസായ മന്ത്രി മൊവിൻ ഗോഡിൻഹോ എന്നിവർ പ്രധാന അതിഥികൾ ആയിരിക്കും. 2000 വർഷത്തോളം ക്രൈസ്തവ പാരമ്പര്യമുള്ള നിനവെ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ വിതച്ച വൻ അധിനിവേശത്തിനും അക്രമത്തിനും 10 വർഷം തികഞ്ഞ പശ്ചാത്തലത്തിൽ ക്രൈസ്തവരെ കേന്ദ്രമാക്കി ഡോക്യുമെന്ററി പുറത്തിറങ്ങുന്നു. നിർബന്ധിത കുടിയിറക്കൽ മൂലമുള്ള ക്രൈസ്തവരുടെ ദുരിതങ്ങളും അഭയകേന്ദ്രങ്ങളില്ലാതെ സുരക്ഷിതത്വമില്ലാതെയും സ്വന്തം നാടും ഭവനും ദേവാലയങ്ങളും നഷ്ടപ്പെട്ട് രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടതിന്റെ വേദന മുസൂളിലെ സിറിയൻ കത്തോലിക്ക അതിരൂപത ആർച്ച് ബിഷപ്പ് ബെനഡിക്സ് യൂനൻ ഹാനോ ഡോക്യുമെന്ററിയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.